ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നയനയുടെതും അതുപോലെ തന്നെ നയനയും ആദർശും കിരണും കല്യാണിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടു കൂടിയുള്ള എപ്പിസോഡ് തുടങ്ങുന്നത്. ആദർശിനോട് കിരൺ പറയുന്നുണ്ട്, എടാ നിനക്കറിയാലോ കല്യാണി കമ്പനി വന്നേ പിന്നെ എനിക്ക് വെച്ചടി കയറ്റുമായിരുന്നു. അതേപോലെ തന്നെ നയനയും എപ്പോഴും അറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ കമ്പനിയിൽ കല്യാണിക്കൊരു ഇത് കൊടുത്ത പോലെ നീ നയനക്കും കൊടുക്കുക, തീർച്ചയായിട്ടും നിന്റെ കമ്പനിയിൽ അങ്ങനത്തെ ഒരു ഗുണം ഉണ്ടാകും എന്ന് പറയാണ്. ആടാ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ആദർശ് കിരണിനോട് പറയുന്നുണ്ട്. അതിനുശേഷം കിരണും കല്യാണി കൈ കഴുകാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ആദർശ് നയനടുത്ത് പറയുന്നുണ്ട്, അതി നമ്മുടെ ബന്ധം ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോണത്. അത് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയണം. ആ ശരി എന്ന് നയന പറയാണ്. അതിനുശേഷം കിരണും കല്യാണിയും കൂടി വരുമ്പോഴേക്കും നയന ചോദിക്കണ്ടേ, അല്ല കല്ലുമോനെ കണ്ടില്ലല്ലോ, കല്ലുമോനെ കൂടെ കൂട്ടിയില്ലേ? ആ അതെ, വേറൊന്നുമല്ല, ഇവൾക്ക് നാളെ കല്ലുമോനെ പിരിഞ്ഞിരിക്കാൻ വല്ലാത്തൊരു വിഷമം പോലെ, അതുകൊണ്ട് കല്ലുമോനെ അമ്മയുടെ കൈ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നതെന്ന് പറയാം. ഓ അങ്ങനെയാണോ അത് ചോദിക്കുമ്പോഴേക്കും കല്യാണി പറയണ്ടേ, അല്ല എപ്പോഴും കല്ലുമോന്റെ വിശേഷം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങൾക്കും ഒരു കുഞ്ഞൊക്കെ വേണ്ടേ? ഞങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എപ്പോഴാ ഇനി നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കണത്? ആ വരട്ടെ എന്ന് ആദർശ് പറയുന്നുണ്ട്. അതിനുശേഷം കിരൺ പറയണ്ട്, ശരിയിടാന്നാ നമുക്കൊന്ന് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് കിരൺ ബില്ല് കൊടുക്കാൻ പോകുമ്പോഴേക്കും ആദർശ് പറയണ്ട, എടാ ഞാൻ കൊടുത്തോളാം, എടാ എൻ്റെ ഭാര്യയ്ക്കാ പുരസ്കാരം കിട്ടുന്നത്, അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചിലവൊന്നല്ല ഞാൻ ചെയ്യേണ്ടത്, ഇവള് പോയിട്ട് വരട്ടെ, നമുക്ക് നല്ല അടിപൊളി ചിലവ് തന്നെ, നല്ല വലിയ ഹോട്ടലിൽ നടത്തുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് കിരൺ പൈസ കൊടുക്കുക കേട്ടോ. പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കല്യാണി അടുത്ത് പറയുന്നുണ്ട് നയന, ദേ അവിടെ പോകുമ്പോഴേക്കും ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, എല്ലാത്തിലും വിജയിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. ആദർശ് നമ്മുടെ കിരണിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ശരി, രാത്രിയിൽ യാത്ര പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം പിരിവാട്ടോ. ആ സമയത്ത് കല്യാണി പറയണ്ടേ, ഓ ഒരിക്കലും നയനെ ആദർശത്തിനെ കാണണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ഇവിടെ വെച്ചിട്ട്. അതെ വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി, അവരുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കല്യാണി ഇപ്പോൾ എന്ന് പറയാണ്. അതെ എനിക്കും അത് തോന്നി എന്ന് കല്യാണി പറയണ്ടേ. അങ്ങനെ കല്യാണിയും കിരണും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാട്ടോ. അതേസമയം നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ രൂപയും സേനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സേന പറയുന്നുണ്ട്, എന്തായാലും പിള്ളേരുടെ വരുമ്പോൾ നമുക്കൊന്ന് ആഘോഷിക്കണം, ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കണം. ഓ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് രൂപ പറയാണ്. കാരണം കല്യാണി പോണതിൽ എല്ലാവർക്കും അല്ലെങ്കിൽ വല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെയാണ്. അത് ആ വിഷമവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ടാണ് ആഘോഷം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ യാമിനി അച്ചാറും ചമ്മന്തിയൊക്കെ ആയിട്ട് വരുവാണ്. മേഡം എല്ലാം എടുത്തിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും മറന്നിട്ടില്ലല്ലോ ചമ്മന്തി? ഇല്ല മേഡം, എല്ലാം കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും കിരണും കല്യാണി അങ്ങോട്ട് എത്തുന്നുണ്ട്. ആഹാ കൊള്ളാലോ, ആരും ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. സേന പറയണ്ടേ, ഇല്ലടാ ഉറങ്ങിയില്ല, അതെ നമുക്കൊന്ന് ആഘോഷിക്കാം, ഒരു ചെറിയൊരു കരിമരുന്ന് പ്രയോഗം എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ടേ, അതൊന്നും വേണ്ടായിരുന്നു വെച്ചാ, എനിക്കതൊന്നും ആഘോഷിക്കാനുള്ള മൂഡില്ല ഇപ്പം. ആ മൂഡ് വരാനായിട്ടാ ഇതൊക്കെ ആഘോഷിക്കാന്ന് പറഞ്ഞത് എന്ന് സേന പറയുക കേട്ടോ. എന്തായാലും മോൾ അവിടെ പോയിട്ട് എല്ലാ കോമ്പറ്റീഷനും ജയിച്ചു വരുമ്പോഴേ നമുക്ക് ഇതൊന്നുമല്ല, നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. അപ്പോൾ നമ്മുടെ സോണീനെയും ആൽബിനെയും കൂടി വിളിക്കാം എന്ന് പറയാണ്. അവര് ഇവിടെ ഇല്ലാത്തതിൽ എനിക്ക് വേറെ സങ്കടം ഉണ്ടച്ചാ എന്ന് കല്യാണി പറയുമ്പോൾ രൂപ പറയണ്ടേ, എന്ത് പറയാൻ പറ്റും, അവർക്കൊരു പരിപാടിയുണ്ട്, അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയിരിക്കുകയല്ലേ, തിരിച്ചു വരുമ്പോഴേക്കും 2 ദിവസം കഴിയും, അവർക്ക് വല്ലാത്ത വിഷമമുണ്ട്. കല്യാണി പോകുമ്പോഴേക്കും ഒന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് സാരില്ല, അവർ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അതിനുശേഷം കല്യാണി മോളും കൂടി വരുമ്പോഴേക്കും നമുക്ക് അടിച്ചു പൊളിച്ച് ഒന്ന് ആഘോഷിക്കണം എന്ന് പറയാണ്. ശരിയെന്ന് കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ മത്താപ്പും കമ്പിത്തിരിയൊക്കെ ആയിട്ട് അവർ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ആഘോഷിക്കുക കേട്ടോ. രൂപ പറയുന്നുണ്ട്, ഇവിടെ കൊണ്ട് ആഘോഷം തീരുന്നൊന്നുമില്ല, കല്യാണി മോള് കോമ്പറ്റീഷനിലൊക്കെ ജയിച്ചു കഴിയുമ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് ഒന്നും കൂടി ആഘോഷിക്കണം എന്ന് രൂപ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ശരിയമ്മേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആഘോഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ കാർത്തികയാണെന്നുണ്ടെങ്കിൽ കിരണിന്റെ സ്റ്റാറ്റസ് നോക്കുവാണ്. അപ്പോൾ അവരിങ്ങനെ ആഘോഷിക്കുന്ന വീഡിയോ സ്റ്റാറ്റസ് ആക്കി ഇട്ടിട്ടുണ്ട്. അതായത് ഈ കമ്പത്തിരി മത്താപ്പൊക്കെ കത്തിക്കുന്ന വീഡിയോ സ്റ്റാറ്റസ് ആക്കി ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ കാർത്തികക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അതൊക്കെ കണ്ട് കാർത്തിക സന്തോഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പ്രകാശം വരുന്നുണ്ട്. അല്ല മോളിതുവരെ ഉറങ്ങിയില്ലേ? അച്ഛൻ വന്നു, അച്ഛൻ്റെ ഒരു കൂട്ടനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ പ്രകാശിനെ കാണിച്ചു കൊടുക്കുവാണ്. പ്രകാശം നോക്കുമ്പോൾ കല്യാണിയും കിരണും അതുപോലെ തന്നെ രൂപയും സേനയും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക കേട്ടോ. ഇതോ
ഇത് മോൾക്ക് എങ്ങനെ ഈ വീഡിയോ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അതോ ആ നമ്പർ ഞാൻ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല അച്ഛാ, സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ അത് നോക്കിയതാണ്. എന്തിനാ മോളെ അവരുടെ നമ്പറൊക്കെ ഇപ്പോഴും സേവ് ചെയ്ത് വെച്ചേക്കുന്നത്, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ എന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ വേണ്ട അച്ഛാ, അത് ഡിലീറ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് അവരുടെ സ്റ്റാറ്റസും അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അതറിയണത് നല്ല കാര്യമാണ്. മാത്രമല്ല നമ്മൾക്ക് എന്തെങ്കിലും സന്തോഷവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്റ്റാറ്റസ് ഇടാണെങ്കിൽ അവർക്കും കാണാം. അച്ഛൻ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കണം, പല പല പോസ്റ്റിൽ പല പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇതുപോലെ സ്റ്റാറ്റസ് ഇടണം. അതേ മോളെ ഇടണം. എന്നിട്ട് ആ കിരണും കല്യാണമൊക്കെ ഒന്ന് കാണണം എന്ന് പ്രകാശം പറയുവാണ്. അതിനുശേഷം നമ്മുടെ പ്രകാശം പണ്ട് മോൾക്കറിയാമോ, ഞാൻ എൻ്റെ നെഞ്ചിൽ വെച്ചിട്ടാണ് എൻ്റെ 2 പെൺമക്കളെ വളർത്തിയത്. എന്നിട്ട് അവരെന്നെ ഒരു പുല്ല് വില പോലും തരാണ്ട് പോയില്ലേ മോളെ. എൻ്റെ ഭാര്യ എല്ലാം കണക്ക് തന്നെയാണ്. സത്യം പറ അവരൊക്കെ പോയ പിന്നെ പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് തന്നെ എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ജോത്സ്യനെടുത്ത് നോക്കിയപ്പോഴും ജോത്സ്യൻ എന്നോട് പറഞ്ഞു, എൻ്റെ ആപത്ത് സമയത്ത് അല്ലെങ്കിൽ എൻ്റെ മരണസമയത്ത് എൻ്റെ ഭാര്യയും പെൺമക്കളും മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന്. അത് സത്യമല്ലെന്ന് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ എനിക്കിപ്പം മനസ്സിലായി അത് സത്യമാണെന്ന്. കാരണം എൻ്റെ അവസാന ഘട്ടങ്ങളിൽ മോളും പിന്നെ കല്യാണം കഴിഞ്ഞാൽ മോളുടെ അമ്മയും കൂടെ ഉണ്ടാകുമല്ലോ. എന്തൊക്കെ പറയാനും മോളുടെ അമ്മയടുത്ത് ഞാനൊരു ഫോട്ടോ ചോദിച്ചിട്ട് ഫോട്ടോ പോലും തന്നില്ല മോളെ എന്ന് പ്രകാശ് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, അമ്മക്ക് ഫോട്ടോ ഒക്കെ തരാൻ വല്ലാത്ത ചമ്മലാച്ച. ഫോട്ടോയിൽ അമ്മേനെ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ ഭംഗി, അതുകൊണ്ടാ. ഓ ഭംഗിയിലൊന്നും വലിയ കാര്യമില്ല മോളെ, ഇനിയിപ്പോൾ ഭംഗി കുറച്ച് കുറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പ്രകാശം പറയുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രകാശം പറഞ്ഞ അതെ മോളുടെ അമ്മ എന്നെ വിളിച്ചിരുന്നു, ആ പ്രസാദം കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ അത് എത്ര പെട്ടെന്ന് എങ്ങനെ കിട്ടി മോളെ അങ്ങോട്ടേക്ക്? അത് എൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ടായിരുന്നു അച്ഛൻ ചെന്നൈയിലേക്ക്, അപ്പം അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. ഓ അങ്ങനെയാണോ? ശരി, എന്നാ അച്ഛൻ പോയി കിടന്നോളൂ, ഒരുപാട് സമയം, അച്ഛന് 19 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ കുറച്ച് നേരത്തെ ഉറങ്ങണതാണ് നല്ലത്. അയ്യോ മോളെ, എനിക്ക് 50 വയസ്സൊന്നും ആയിട്ടില്ല, ഒരു 45 അത്രേ ആയിട്ടുള്ളൂ. എന്നാലും 45 50 അത്ര വലിയ അകലൊന്നും ഇല്ല. അതുകൊണ്ട് അച്ഛൻ കറക്റ്റ് സമയത്തൊക്കെ ഉറങ്ങണം. അച്ഛൻ പോയി കിടന്നുറങ്ങിക്കോ, എനിക്ക് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിക്കോളാം എന്ന് കാർത്തിക പറയുവാണ്. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശം പോകാൻ മുമ്പ് പ്രകാശൻ കാർത്തികത്ത് പറയണ്ട, അതേ മോളെ നമ്മുടെ 2 പേരുടെ സ്നേഹബന്ധമൊക്കെ കണ്ടിട്ട് നമ്മളെ തമ്മിൽ അകറ്റാൻ വേണ്ടി പല ആൾക്കാരും നോക്കും. മോളതിലൊന്നും വീടല്ലേ? ഇല്ല അച്ഛാ, എന്നെ പെട്ടെന്നൊന്നും ആർക്കും വിട്ടിയാക്കാൻ പറ്റില്ല, അതുകൊണ്ടിട്ടാണല്ലോ ഞാൻ ബിസിനസ്സിൽ ഇത്ര പടർന്ന് പന്തളിച്ചത്. പിന്നെ ആരെങ്കിലും ചതിക്കാനോ പറ്റിക്കാനോ നോക്കി അവരെ വെറുതെ വിടില്ല എന്ന് പ്രകാശനോട് കാർത്തിക പറയണം. അത് കേൾക്കുമ്പോൾ പ്രകാശനൊന്ന് നെട്ടുന്നുണ്ട് കേട്ടോ. ശരി മോളെ, നാളെ രാവിലെ കാണാം, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രകാശം പോകുവാണ്. കാർത്തികൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഇതേ സ്റ്റാറ്റസ് രാഹുലും കാണുന്നുണ്ട്. രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ അപ്പോൾ നാളെയാണ് അവൾ പോണത്, അവൾ എന്തായാലും സന്തോഷത്തോടെയാണ് പോണത്, തിരിച്ചു വരുമ്പോൾ ഈ സന്തോഷം അവളുടെ മുഖത്ത് ഉണ്ടാവാൻ പാടില്ല, അതിനെന്തെങ്കിലും കാര്യം നാളെ ചെയ്തേ പറ്റൂ എന്ന് രാഹുലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ രാഹുൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കണം, കല്യാണിനെ അപായപ്പെടുത്താനുള്ള കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ കിരണിനും കല്യാണിക്കാണെങ്കിൽ രാത്രി ഉറക്കേ വരുന്നില്ല. കിരൺ പറയുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ പറയാലും അച്ഛനമ്മമാരുടെ സ്നേഹം ഒരു സമയം കഴിയുമ്പോൾ നമ്മളിന്ന് പിരിഞ്ഞു പോകുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഭാര്യമാരുടെ സ്നേഹം ജീവിതാവസരം വരെ ഉണ്ടാകുമെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. കിരണേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാളത്തെ യാത്ര ഒഴിവാക്കാൻ വേണ്ടി നോക്കുവാണോ? അയ്യോ ഒരിക്കലല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ തന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. എന്നാലും എനിക്ക് നാളെ പോകണമെന്ന് പറയാതെ വിഷമം തോന്നുന്നു കിരണേട്ടാ. അയ്യോ അങ്ങനൊന്നും പറയില്ലേ, താൻ നാളെ പോകണം, നാളെ പോയിട്ട് കോമ്പറ്റീഷനിലൊക്കെ വിജയിച്ചു വരണം, എന്നിട്ട് നമുക്ക് ആഘോഷിക്കാലോടോ എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.